ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഞാനിന്ന് ഇവിടെ പൂനൂർ കട്ടിപ്പാറ എന്ന സ്ഥലത്തെ കാരുണ്യതീരം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാട്ടോ ഉള്ളത്. ഇവിടെ എൻ്റെ മകളുടെ കുട്ടിയുടെ പിറന്നാളാണ്. അതിനുമായിട്ട് ഇവിടെയുള്ള കുറേ അന്തേവാസികളുണ്ട്, കുട്ടികൾ. അവർക്ക് കുറച്ച് ഫുഡ് കൊടുക്കാനുള്ള നമ്മുടെ കുടുംബസമേതം ഇവിടെ എത്തിയതാണ്. ആഘോഷങ്ങളൊന്നുമില്ല, അത് നമ്മളൊരു തീരുമാനമായിരുന്നു. നമ്മളെ കുട്ടിയുടെ ഒന്നാം പിറന്നാളിന് നമ്മൾ ഇങ്ങനെ എവിടെയെങ്കിലും ഫുഡ് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ് കേട്ടോ. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. കാരുണ്യതീരം വലിയൊരു സ്ഥാപനം കേട്ടോ. 150 കുട്ടികൾ പഠിക്കുന്ന ആണ്. അതിൽ കുറേ കുട്ടികൾ വീട്ടിലേക്ക് പോകുന്നവരുണ്ട്. ഒരു 10-50 പേര് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്ന കുട്ടികളാട്ടോ. ബാക്കിയെല്ലാം നമുക്ക് വിശദമായിട്ട് വീഡിയോ കാണാം. നമ്മളെ പിറന്നാള് കാര്യട്ടോ. ചുണ്ടരേക്കല്ലോ. എന്താ വീണുകാ? വീണതാ? ഞാനേ നോക്കുന്നുണ്ട്, ധനാഭി നോക്കുന്നുണ്ട്. ആ കയ്യർക്ക് ആ
നമ്മൾ കേക്കൊക്കെ മുറിച്ചു, കുറച്ച് ആഘോഷങ്ങൾ, കുറച്ച് ഡാൻസൊക്കെ കുട്ടികളെപ്പോഴും കളിച്ചിട്ട് നമ്മൾ അവർക്കുള്ള ഫുഡ് കേട്ടോ കൊടുക്കുകയാണ്. നല്ല ബിരിയാണിയാണ് കേട്ടോ നമ്മളിവിടെ അവർക്ക് വേണ്ടി ഒരുക്കിയത്. പിന്നെ ബിരിയാണി ഉണ്ട്, പിന്നെ അവർക്കുള്ള സിറ്റിങ് കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ്. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അതിന്റെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട് ഇവിടെ. അവരും നമ്മളെ സഹായത്തിനൊക്കെ ഉണ്ട്. നല്ല ബിരിയാണി, ചിക്കൻ ബിരിയാണി കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബിരിയാണി. ബിരിയാണി ഉണ്ടല്ലേ, ബിരിയാണി ഉണ്ടല്ലേ. എല്ലാം അവരെന്നെ ചെയ്യും കേട്ടോ, നമ്മളോടൊന്നും ചെയ്യേണ്ടെന്ന് പറയും. കുട്ടികൾ തന്നെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും അവരൊക്കെ. ആ വെള്ളം കഴിക്കുന്ന കണ്ടില്ല, ഭക്ഷണമൊക്കെ അവരെന്നെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നത് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഇവരെ കിടക്കുന്ന സ്ഥലം കേട്ടോ, ഇവിടാണ് ഇവർ കിടക്കുന്നത്. നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ടുണ്ട്, നല്ല വൃത്തിക്കാട്ടോ. ഇവരുടെ 1-2 പേർക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടി വരും. പിന്നെ അത്യാവശ്യം ജിമ്മും കാര്യങ്ങളും കുട്ടികൾക്കുള്ള കളിക്കാനുള്ള ഇതൊക്കെ അടിപൊളിയാണ്. ഞങ്ങളെ കണ്ട് നല്ലൊരു സജ്ജീകരണമാണ് ഇവിടെ ചെയ്തത് കേട്ടോ. എന്തായാലും സംഘാടകർ അതിൻ്റെ ഇവിടെ ഉള്ള ഒരാൾ തന്നെ കേട്ടോ അവന് വാരി കൊടുക്കുന്നത്. ഭക്ഷണമൊക്കെ വിളമ്പി അവർ തന്നെ കറക്റ്റ് അവരെ പൊസിഷനിൽ അവർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അത്രയും നീറ്റായിട്ട് ഡിസിപ്ലിനായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഒരു ഭക്ഷണത്തിന് ഒരു ബെല്ലുണ്ട് കേട്ടോ. ആ ബെല്ലടിച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുള്ളൂ. അത് ഭക്ഷണത്തിനുള്ള ബെല്ലാണ്. അപ്പോൾ അവരെല്ലാവരും ആൾക്കാരൊക്കെ വന്ന് അവരെന്നെ എല്ലാം ചെയ്യുന്നു കേട്ടോ. ഭക്ഷണത്തിന് ബെല്ല് കേട്ടിട്ട് വരാണ്. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പിറന്നാളോ ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുണ്യം വേറെ തന്നെ കേട്ടോ. ഇവിടെ നമ്മളൊന്നും ചെയ്യണ്ട കേട്ടോ. ഭക്ഷണം വിളമ്പാൻ തന്നെ അവരുണ്ട്. അവർക്ക് കറക്റ്റ് അവർക്കുള്ള അളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അറിയുള്ളൂ. അത് ഞങ്ങളോട് വിളമ്പി വരെ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ബിരിയാണോ? ഓക്കെ ബിരിയാണി.